അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. നൂറ്റാണ്ടുകളുടെ പ്രൗഢിയും പേറി മൂവാറ്റുപുഴയാറിന് കുറുകെ നിൽക്കുന്ന പാലം മുത്തശ്ശി ഈ സുന്ദരി. ഏഷ്യയിലെ ആദ്യത്തെ കോൺക്രീറ്റ് പാലം എന്ന ഖ്യാതിയുള്ള ഈ ചരിത്ര സ്മാരകം നഗരവികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി പുതിയ നിറക്കൂട്ടുകളാൽ അണിഞ്ഞൊരുങ്ങുകയാണ്. ബ്യൂട്ടി പാർലറിൽ പോയി ഒരുങ്ങിയെന്ന പോലെ അതീവ സുന്ദരിയായി മാറിയിരിക്കുകയാണ് ഈ പൈതൃക സ്മാരകം. നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി പാലത്തിന്റെ കൈവരികളിൽ വെള്ളയും നീലയും നിറങ്ങൾ പൂശുന്ന പ്രവർത്തികൾ അതിവേഗം പുരോഗമിക്കുകയാണ്. പായൽ പിടിച്ചും നിറം മങ്ങിയും കിടന്നിരുന്ന പാലം പെയിന്റ് അടിച്ചതോടെ നവോദയ പോലെ തിളങ്ങുന്നു. ഉടപ്പിന്റെ കാര്യത്തിൽ പുതിയ പാലത്തെ പോലും വെല്ലാൻ ഈ മുത്തശ്ശിക്ക് ഇന്നും കരുത്തുണ്ടെന്നാണ് നാട്ടുകാരുടെ അടക്കം പറച്ചിൽ. പാലം ഭംഗിയാക്കിയതോടെ നഗരവാസികൾക്ക് മുന്നിൽ ഒരൊറ്റ ആശങ്ക മാത്രമേയുള്ളൂ: ഇത് എത്രനാൾ ഇതേപോലെ നിലനിൽക്കും? മുൻകാലങ്ങളിൽ രാഷ്ട്രീയ സംഘടനകളും മറ്റ് സ്വകാര്യ സ്ഥാപനങ്ങളും പോസ്റ്ററുകൾ പതിച്ചും പരസ്യങ്ങൾ എഴുതിയും പാലത്തിന്റെ ഭംഗി നശിപ്പിക്കുന്നത് പതിവായിരുന്നു. ഇത്തവണയെങ്കിലും ഈ പൈതൃക സ്വത്തിനെ വികൃതമാക്കാതെ സംരക്ഷിക്കാൻ എല്ലാവരും തയ്യാറാകണമെന്ന അഭ്യർത്ഥനയിലാണ് സാംസ്കാരിക പ്രവർത്തകരും നഗരസ്നേഹികളും. നഗരത്തിന്റെ അടയാളമായ ഈ പാലത്തിന്റെ പൈതൃകം കാത്തുസൂക്ഷിക്കേണ്ടത് ഓരോ പൗരന്റെയും കടമയാണെന്നും പോസ്റ്ററുകൾ പതിച്ച ഇതിനെ വീണ്ടും പരസ്യവേദിയാക്കരുതെന്നും നഗരവാസികൾ ഒരേ സ്വരത്തിൽ പറയുന്നു. നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുമ്പോൾ മറ്റൊരു കൗതുകം കൂടി നഗരത്തിൽ ചർച്ചയാകുന്നുണ്ട്. പെയിന്റടി പൂർത്തിയായ പാലം ആര് ഉദ്ഘാടനം ചെയ്യുമെന്നതാണ് ആ ചോദ്യം. റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന തർക്കങ്ങൾക്കിടയിൽ നവീകരിച്ച ഈ പാലം മുത്തശ്ശിയെ നാടിന് സമർപ്പിക്കാൻ ആരെത്തും എന്ന ആകാംക്ഷയിലാണ് ജനങ്ങൾ. നവീകരണം നടത്തിയ റോട്ടറി റോഡിന് കഴിഞ്ഞ ദിവസം 2 ഉദ്ഘാടനം നടത്തി രാഷ്ട്രീയ പാർട്ടികൾ പരിഹാസ്യരായിരുന്നു. ഉദ്ഘാടനം ചെയ്താലും ആധുനികതയുടെ കടന്നുകയറ്റത്തിനിടയിലും തനിമ ചോരാതെ നിൽക്കുന്ന ഈ പാലം മൂവാറ്റുപുഴയുടെ ചരിത്ര സാക്ഷിയായി ഇനിയും തലമുറകളോളം നിലനിൽക്കുമെന്നത് ഉറപ്പാണ്. മൂവാറ്റുപുഴ ന്യൂസിന് വേണ്ടി ക്യാമറമാൻ സന്തോഷ് കുമാറിനോടൊപ്പം കൃഷ്ണ ഷാജി. കഴിഞ്ഞ 34 വർഷങ്ങളായി മൂവാറ്റുപുഴ കച്ചേരിത്താഴത്ത് പ്രവർത്തിക്കുന്ന തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറി ഇപ്പോൾ ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെ മഹനീയ ശേഖരവുമായി ഈ ക്രിസ്തുമസിന് നിങ്ങളെ വരവേൽക്കുന്നു. 3000 രൂപയിൽ തുടങ്ങുന്ന ഡയമണ്ട് മൂക്കുത്തി മുതൽ 2 ലക്ഷം രൂപ വരെ വിലയുള്ള ഡയമണ്ട് ആഭരണങ്ങൾ, 925 ഇറ്റാലിയൻ സിൽവർ ആഭരണങ്ങളോടൊപ്പം 18 ക്യാരറ്റിന്റെ ആഭരണങ്ങളും തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറിയിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. തവണകളായി പണമടച്ച് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാനുമുള്ള അവസരവും ഒരുക്കിയിരിക്കുന്നു തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറിയിൽ. തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറി, തോട്ടത്തിൽ വാച്ച് കമ്പനിക്ക് എതിർവശം, കച്ചേരിത്താഴം, മൂവാറ്റുപുഴ. എവർക്കും തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറിയുടെ ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് ന്യൂ ഇയർ ആശംസകൾ.